ദൈവത്തിരുസന്നിധിയിൽ വാല്യൂ ആകണം, വില ഉണ്ടാകണം. നമ്മൾ ഈ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി ഒന്നും വരത്തില്ല. മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ വിലയും വിചാരവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഈ രക്തസ്രാവക്കാരി രോഗിയല്ലേ, അവൾ ഉള്ളിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. മത്തായി 9:21 വായിച്ചോളൂ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട വചനമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവക്കുണ്ട്. എന്താ കാര്യം? അവളുടെ ഉള്ളിലൊരു വിചാരമാണ്. എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊടാനിടയായാൽ. ഇപ്പം ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാം, കൃപാസനത്തിൻ്റെ മണ്ണിലൊന്ന് ചവിട്ടാനിടയായാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പേര് സാക്ഷി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാനിടയായാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തക്ക വിശ്വാസമാകും. അവരുടെ വിശ്വാസം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് കൈയും കാലും എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളെ വെറുതെ ഉള്ളിലൊന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി. അത് വിചാരിക്കാൻ നടക്കും.